നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ. അതുകൊണ്ട് പിന്നെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. കൂട്ടുകാരാണ്, സഹോദരങ്ങളാണ്, നാട്ടിലുള്ളതാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും അതിനുള്ള 100% പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും 100% നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയിനായിട്ട് തന്നെയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നേരിട്ട് വാർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുൻതൂക്കം കാണുന്നത്. നമസ്കാരം. സ്ഥാനാർത്ഥിയോടൊപ്പം അപ്പോൾ ഇന്നുമുള്ളത് പുലിക്കലൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് പുറമത്ര സൗത്തിൽ തന്നെയാണ്. പുറമത്ര സൗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. ഇവിടെ BJP ആയി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി MP ശശികുമാർ എന്ന ബാബുവാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സ്ഥാനാർത്ഥി പര്യടനമൊക്കെ എന്തായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു? പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ 5ാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJPക്ക് നേരത്തെ ഒരു തവണ മത്സരിച്ച് വിജയിച്ചൊരു വാർഡ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സരം എത്രത്തോളം ശക്തമാണ് BJPക്ക് അനിവാര്യമായിട്ടൊരു വാർഡാണിത്. ശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രചരണം നന്നായി നടക്കുന്നുണ്ട്. ഈ നാട്ടുകാരനാവുന്നതുകൊണ്ട് നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ. അതുകൊണ്ട് പിന്നെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. കൂട്ടുകാരാണ്, സഹോദരങ്ങളാണ്, നാട്ടിലുള്ളതാണ്. ഇപ്പോൾ 1-2 തവണയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി പര്യടനമൊക്കെ നടത്തിയിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്തൊക്കെയാണ്? ഈ വാർഡിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉണ്ട്. BJPയെ സംബന്ധിച്ചിട്ട് നേരത്തെ ഒരു തവണ വിജയിച്ച വാർഡ് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു. ഇതവിടെ അത് തിരിച്ചു പിടിക്കുക എന്നൊരു വാശിയോടെ തന്നെയാണോ നിങ്ങൾ BJP പ്രവർത്തകരും ഒക്കെ രംഗത്തുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളെ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും അതിനുള്ള 100% പരിശ്രമിക്കുന്നുണ്ട്. എന്താ പറയുക? വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2015-2020 നമുക്കൊരു മെമ്പർ തന്നൊരു വാർഡാണ്. നിങ്ങൾ ഈ റോഡിൻ്റെയും വികസനം കണ്ടാൽ തന്നെ അറിയാമല്ലോ. അന്ന് നടന്ന 5 വർഷം നടന്ന വികസനമാണ് ഈ 5 വർഷമായിട്ട് നമ്മളുടെ വികസനം മുരടിപ്പിച്ചൊരു വാർഡാക്കി മാറ്റിയിരുന്നു. സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു 5 വർഷമായിരുന്നു. അതിന് മാറ്റം വേണമെന്ന് ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ ഗൃഹസമ്പർക്കത്തിലും കിട്ടുന്ന റെസ്പോൺസ് വോട്ടർമാരുടെ മാറ്റം അനിവാര്യമാണെന്നാണ് ഓരോ വോട്ടർമാരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ ഒരു മത്സരത്തിലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. വിജയം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വോട്ടർമാരുടെ പരിപൂർണ സഹകരണം ഞങ്ങളുടെ കൂടെയുണ്ട്. BJPക്ക് ഒരു തവണ ജയിച്ച വാർഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്വാധീനം ഉണ്ടോ ഈ വാർഡ്? നല്ല സ്വാധീനമുണ്ട്. കൂടാതെ നമുക്ക് നിഷ്പക്ഷമായ ആൾക്കാരുണ്ട്. അവരെല്ലാവരും നമുക്ക് നല്ലൊരു സഹകരണമാണ് വാഗ്ദാനം ചെയ്യുന്നത്. തീർച്ചയായും ഈ വാർഡ് ഞങ്ങൾ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പര്യടനമൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാർഡിൽ ചർച്ചയാവുന്നത്? പ്രധാനമായിട്ടും ചർച്ചയാകുന്ന നാടിൻ്റെ വികസനം തന്നെയാണ്. ഈ 5 വർഷമായിട്ട് വികസനത്തെ പിന്നോട്ട് വലിച്ച 5 വർഷം ആൾക്കാർ ഈ വളരെ മടുത്തിരിക്കുന്ന ഈ 5 വർഷം കൊണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇത് മാറ്റം ആവശ്യമാണ്. ഒരു നല്ലൊരു പക്ഷപാതമില്ലാതെ നല്ലൊരു വികസനത്തിന് വേണ്ടിയും നല്ല റോഡുകൾക്ക് വേണ്ടിയും നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടം, വെള്ളം, വെളിച്ചം എന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മുൻകൂട്ടിക്കായിരിക്കും ഞങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും. കൂടാതെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാർഡിന് വേണ്ടിയിട്ട് ഒരു 10-15 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്നുള്ള വളരെ നല്ല ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. നമ്മളൊരു യുവസാരഥിയാണല്ലോ ഇപ്പോൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ
പര്യടനം ഒക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ അവർ എങ്ങനെ സ്ഥാനാർത്ഥിയെ കൂട്ടി പോയിരുന്നു, അപ്പം ഉണ്ടാവാറുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ കൂടെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ 2015 തൊട്ട് 20 വരെയുള്ള കാലയളവിൽ ഈ 10ാം വാർഡിനെ കേന്ദ്രീകരിച്ചിട്ട് പ്രസാദായിരുന്നു മെമ്പറായിട്ട് വന്നത്. അപ്പോൾ ആ ഇത് തൊട്ടിട്ട് തന്നെ ആ ഒരു 5 വർഷം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ 15-ന് 20-ന് ശേഷം ചെറിയൊരു വോട്ടിൻ്റെ ഇതിൽ നമുക്ക് വാർഡ് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ജനങ്ങളും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്, ഒരു മാറ്റം. കാരണം മെയിനായിട്ട് ജനങ്ങൾക്ക് ആവശ്യം റോഡുകൾ നല്ലതാവണം, പിന്നെ വെളിച്ചം, അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഏരിയകളിലൊന്നും ഒരു ലൈറ്റ് പോലും ഇല്ല. ഇതിപ്പോൾ ശരിക്കും റോഡാണെന്ന് തന്നെ പറഞ്ഞറിയിക്കണം. എല്ലാ പ്രദേശങ്ങളിലും കാടും ഇതുമായിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ രാത്രി 8 മണി 10 മണിക്കൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാരെല്ലാം പുറോത്തറ 9ാം വാർഡ് 8ാം വാർഡിലേക്കൊക്കെ ഇതിനെ പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ കാണുന്നില്ല, ഈ പൊന്തിയും ഇതൊക്കെ ആയിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മുൻഗണന കൊടുക്കുക. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സജീവമായിട്ട് വാർഡിലുണ്ടാവും. അതാണ്. നമുക്കറിയാം കുടുക്കല്ലൂരിനെ സംബന്ധിച്ച് ഈ പ്രദേശം തന്നെ നമ്മൾ വന്നപ്പോൾ ഗ്രാമീണ സ്വഭാവമുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ഈ കുലുക്കല്ലൂരിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണോ BJP തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയിട്ടുള്ളത്? നമ്മളുടെ വികസന രേഖയിലും തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയം തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളതിൽ വരുന്നതാണ് പാർപ്പിടങ്ങൾ, വെള്ളം, വെളിച്ചം. ഇതെല്ലാം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കാന്നുള്ള ഒരു സമഗ്ര വികസന രേഖയാണ് നമ്മൾ 10ാം വാർഡിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഇവിടെ പുറമത്ര എന്ന് പറഞ്ഞാൽ ഫേമസ് തന്നെ കൃഷി സ്ഥലങ്ങൾക്കാണ്, കർഷകരുള്ളൊരു നാടാണ്. അപ്പം നമ്മൾക്ക് ആനക്കൽ ഇറിഗേഷൻ അത് പുറമത്രയിലെ എല്ലാ പാടത്തേക്കും എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നതും ഞങ്ങളുടെ വികസന രേഖയിലുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ അതിനായിരിക്കും കൂടുതൽ പ്രയത്നം ചെയ്യുക. കൂടാതെ ബാക്കിയുള്ള ഇപ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പല സ്കീമുകളും അർഹരിലേക്ക് എത്തുന്നില്ല. പല സ്കീമുകളും പേര് മാറ്റിയിട്ട് പഞ്ചായത്തിലെ അനർഹർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു മെമ്പർ വന്നു കഴിഞ്ഞാൽ ആ വിവേചനമില്ലാതെ വേണ്ട അർഹരയിലേക്ക് സ്കീമുകൾ എത്തിക്കുക, കേന്ദ്ര സർക്കാർ പദ്ധതികൾ എത്തിക്കുക. ആ പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ നാടിൻ്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു വികസനം, ഒരു ഗ്രാമത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതായിരിക്കും നമ്മളുടെ മെയിൻ വികസന രേഖ. 10ാം വാർഡിനെ നല്ലൊരു വികസിത ഗ്രാമമാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ചർച്ചയാക്കുന്നുണ്ടോ, അതോ ആളുകളെ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായിട്ട് അത് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്? കാരണം പലർക്കും നമ്മളിപ്പോൾ ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ഇത്രയും പദ്ധതികൾ ഏകദേശം 700 പദ്ധതികളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഒരു 10-11 പദ്ധതി എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളാണ്. പക്ഷേ ഈ ക്ഷേമ പദ്ധതികൾ എത്തിയാലും അത് പേര് മാറ്റി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ പല വീടുകളിൽ വരുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം പദ്ധതികൾ എത്തിയാലും അത് കേന്ദ്ര സർക്കാർ പദ്ധതി അല്ല എന്ന് പറഞ്ഞ് പേര് മാറ്റി വേറെ രീതിയിലാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. 2024-25 വർഷത്തിൽ കുലുക്കല്ലൂർ പഞ്ചായത്തിന് വേണ്ടി 2,45,00,000 രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. കുലുക്കല്ലൂർ മൊത്തം ഗ്രാമപഞ്ചായത്തിന്. അതിൽ ആട് വളർത്തലുണ്ട്, കോഴി വളർത്തലുണ്ട്. എല്ലാം അർഹരായവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടല്ല കണക്കിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം അവരുടേതായ അല്ലെങ്കിൽ LDFിൻ്റേതായ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റേതായ പദ്ധതികളായിട്ടാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. BJPക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ഇപ്പോൾ BJP പല വാർഡുകളിലും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്താണ് ഒരു പൊതുവെയുള്ളൊരു സ്ഥിതി? എല്ലാ വാർഡുകളിലും ഇപ്പോൾ നമ്മളുടെ ഒരു 2 റൗണ്ട് 3 റൗണ്ട് പര്യടനം കഴിഞ്ഞപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇലക്ഷനെ നേരിടുന്നത്. വിജയം നമ്മളുടെ കൂടെയാണ്, സുനിശ്ചിതമാണെന്നുള്ള എല്ലാ പ്രവർത്തകർക്ക് മാത്രമല്ല വോട്ടർമാർക്കും ഒരു മാറ്റം എല്ലാ വാർഡുകളിലും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിജയത്തിലേക്ക് വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. പല വാർഡുകളിലും ത്രികോണ മത്സരം എന്നൊരു കാര്യം തന്നെ ഇല്ല. മത്സരം LDFും അല്ലെങ്കിൽ
BJPയും തമ്മിലാണ് പല വാർഡുകളിലും നടക്കുന്നത്. ഒരു വാർഡിനെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് വേണ്ടത്. വാർഡിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം നമുക്ക് വേണ്ടത്. എതിർ സ്ഥാനാർത്ഥി നമുക്കറിയാം, ഇവിടെ LDFൻ്റെ ഈ വാർഡിൽ 10ാം വാർഡിൽ മത്സരിക്കുന്ന CPMനെ കുലുക്കലൂരിലെ അവർ ഏറ്റവും ശക്തനായ നേതാവിനെ തന്നെയാണ് ഈ വാർഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു മത്സരം ഒന്ന് കടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അവർ നിർത്തിയിട്ടുണ്ടാവും. എന്താണ് പറയാനുള്ളത് ആ വിഷയത്തിൽ? നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, അതിന് മുന്നേ പറഞ്ഞില്ലേ, വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മുടെ നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന, നാടിനു വേണ്ടി വികസനം ചെയ്യുന്ന ഒരാളെയാണ് ആവശ്യം. അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തുനിന്നുള്ള ഒരാൾ വന്നാൽ അത് എത്രയോ പ്രഗത്ഭനായിക്കോട്ടെ, നാടിൻ്റെ ആവശ്യം എന്താണ്? ഒരു മെമ്പറിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നാടിന് വേണ്ടിയിട്ടാണ്. ആ നാടിന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം മെമ്പർ. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അത് എതിർ സ്ഥാനാർത്ഥി എത്ര വലുതാണോ എന്നല്ല നോക്കുന്നത്, നമുക്ക് നാടിന് വേണ്ടി എന്താ ചെയ്യാൻ കഴിയും, അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. എന്താ സ്ഥാനാർത്ഥി പറയാനുള്ളത്? അപ്പോൾ നമ്മളിപ്പോൾ പര്യടനമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ കണ്ട് അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ് പ്രചരണമൊക്കെ. പൊതുവെ ആളുകളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? ആൾക്കാരായിട്ട് എല്ലാവരുമായിട്ടും ഒന്നാമത് നമ്മൾ ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. എല്ലാവരും കൂട്ടുകാരും സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാവരുമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. അതിലെല്ലാവരും 100% നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയിനായിട്ട് തന്നെയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നേരിട്ട് വാർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുൻതൂക്കം കാണുന്നത്. ജനങ്ങളുടെ വോട്ട് പരമാവധി BJP കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട്. ഉണ്ട്, നല്ല വിശ്വാസമുണ്ട്. എന്തായാലും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പുറമത്ര സൗത്തിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥി P ശശികുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന്. അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ് ഇപ്പോഴുള്ളത്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയും പ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ചർച്ചയാക്കിക്കൊണ്ടാണ് അവർ പ്രചരണം ഏറ്റെടുത്തിട്ടുള്ളത്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ ഈ വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥിയും പ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രചരണം പുരോഗമിക്കുകയാണ്. താങ്ക് യു, ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.